ട്രെയിനുകളിൽ സ്വന്തം നാട്ടിലെ ഭക്ഷണം കിട്ടണമെന്ന ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാവരും. എന്നാൽ പലപ്പോഴും അത് നടക്കാറില്ല. എന്നാൽ ഇനി ആ സങ്കടം വേണ്ട. സംസ്ഥാനത്തോടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളിൽ ഇനി മുതൽ കേരള ഭക്ഷണം ലഭിക്കും. മട്ടയരിച്ചോറും ചിക്കൻ കറിയും വെജിറ്റേറിയൻ കറികളും ലഭിക്കും. ഉത്തരേന്ത്യൻ ഭക്ഷണത്തെ തൽക്കാലത്തേക്ക് പുറത്തു നിർത്തിയിരിക്കുകയാണ്. തലശ്ശേരി ബിരിയാണി മുതൽ നാടൻ കോഴിക്കറി വരെ ഇവിടെ ലഭ്യമാണ്. ഭക്ഷണത്തെക്കുറിച്ച് നിരന്തരം പരാതികൾ വരുന്ന സാഹചര്യത്തിലാണ് പുതിയ കാറ്ററിംഗ് കമ്പനികളെ ഉൾപ്പെടുത്തി പരിഷ്കരണം നടപ്പാക്കിയത്. മലബാർ വെജ് ചിക്കൻ ബിരിയാണി, തലശ്ശേരി വെജ് ബിരിയാണി, ആലപ്പി വെജ് കറി, മെഴുക്കുപുരട്ടി, വറുത്തരച്ച ചിക്കൻ കറി, കേരള ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, നാടൻ കോഴിക്കറി എന്നിവയാണ് ലഭിക്കുക. ഉച്ചഭക്ഷണത്തിലും അത്താഴത്തിനും പച്ചക്കറികളിലും പ്രാദേശിക വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രഭാത ഭക്ഷണ മെനുവിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. ഇടിയപ്പം, ഉപ്പുമാവ്, ഇഡലി, അപ്പം, കടല അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി, മുട്ടക്കറി, സ്ക്രാമ്പിൾഡ് എഗ്സ്, വെജ് കട്ട്ലറ്റ് തുടങ്ങിയവയാണ് ഉള്ളത്. പരിപ്പുവട, ശർക്കര വരട്ടി, ഉണ്ണിയപ്പം, പക്കോട, ഉള്ളിവട തുടങ്ങിയവയാണ് സ്നാക്സ് ബോക്സിൽ പുതുതായി ചേർത്തിട്ടുള്ളത്. പഴംപൊരിയുമുണ്ട്. ബൃന്ദാവൻ ഫുഡ് പ്രോഡക്റ്റിനായിരുന്നു നേരത്തെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളിലെയും തിരുവനന്തപുരം ചെന്നൈ AC എക്സ്പ്രസിലെയും ഭക്ഷണ വിതരണത്തിന്റെ കരാർ. ഭക്ഷണത്തിന്റെ ഗുണനിലവാരം മോശമാണെന്ന വ്യാപക പരാതികൾ ഉയർന്നതോടെ കരാർ ദക്ഷിണ റെയിൽവേ റദ്ദാക്കുകയായിരുന്നു. ഇതിനെതിരെ കമ്പനി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും റെയിൽവേ അധികൃതർ സമർപ്പിച്ച തെളിവുകൾ പരിഗണിച്ച കോടതി കരാർ റദ്ദാക്കിയ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു. പിന്നാലെ IRCTC ഭക്ഷണ വിതരണ ചുമതല ഏറ്റെടുത്തു. കൂടുതൽ മലയാളികളെ ഭക്ഷണ വിതരണത്തിനായി നിയമിക്കുമെന്നും IRCTC അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്.